സ്കന്ദമഹാപുരാണം സംഭവ കാണ്ഡം തുടരുകയാണ്. ഭഗവാൻ ബ്രഹ്മാവിനും ശ്രീപരമേശ്വരനുമായിട്ട് പ്രണവാർത്ഥത്തെ ഉപദേശിച്ച് കൊണ്ട് ആ ഒരു സന്ദർഭം പറഞ്ഞു. പിന്നീട് അടുത്തതായിട്ട് പാർവതീദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ കുട്ടിയുടെ വൈഭവം? ആ ചോദ്യത്തിന് മറുപടിയായി ശ്രീപരമേശ്വരൻ തന്നെ സുബ്രഹ്മണ്യൻ്റെ വൈഭവത്തെക്കുറിച്ച് പറയുന്നതായ സന്ദർഭം. പ്രകൃതി പ്രത്യാകാരാവാം ശബ്ദാർത്ഥകവുമതു ത്വം ശബ്ദോർദ്ധോസ്മ്യഹം ത്വദ്രേ ജഗതാം പതിരസ്മ്യഹം. പാർവതീ പരമേശ്വരന്മാരെ ഇപ്പോൾ പറയുക, ഇപ്പോൾ പുരാണങ്ങളിൽ കൂടിയിട്ടൊക്കെ പറയപ്പെടുന്നത് ജഗതപിതരവ് വന്ദേ പാർവതീ പരമേശ്വരവും വാഗർദ്ധാവിവ സംപൃക്തവും വാഗർദ്ധ പ്രതിപത്തയെ, വാക്കും അർത്ഥവും പോലെ. നിഷ്കളനായിട്ടുള്ള പൂർണ്ണനായിട്ടുള്ള ആ ഭഗവാനോട് കൂടിയിട്ട് എപ്പോഴും ഒരിക്കലും വേർപിരിയാതിരിക്കുന്ന അഭേദമായി വർത്തിക്കുന്ന ശക്തിയാണ്, പ്രകൃതി ആണ് ദേവി. അതാണ് പാർവതീ പരമേശ്വരന്മാരെ ശബ്ദാർത്ഥകങ്ങളായിട്ട് പറയുന്നത്. ഇപ്പം ദേവി പാർവതി ശബ്ദമാണ് എങ്കിൽ ആ വാക്കിൻ്റെ, ആ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ശിവൻ. ശിവനെ പഞ്ചകൃത്യങ്ങൾക്കും അധികാരിയായിട്ട് പഞ്ചാനനം പഞ്ചവിനോദശീലം സംഭാവയെ മനസ്സി ശങ്കരം അംബികേശം. ഒരു ശിവധ്യാനം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? പഞ്ചകൃത്യം: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അതിനെയാണ് 5 കൃത്യങ്ങൾ എന്ന് പറയുക. അതിന് സഹായമായി വർത്തിക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് ദേവിയെ വിശേഷിപ്പിച്ചു പഞ്ചകൃത്യ പരായണ. അപ്പോൾ പഞ്ചകൃത്യങ്ങൾക്കും അധികാരിയാണ് ശിവൻ. ഒപ്പം തന്നെ ഈ ശക്തി കൂടിച്ചേർന്നതുകൊണ്ട് ആണ് അവിടെ ഉണ്ടായ ശിവശക്തി ഐക്യത്താൽ ഉണ്ടായ ആ പുത്രൻ 6 മുഖമുള്ളവനായി മാറിയത്, ഷൺമുഖനായി മാറിയത്. പുരാണത്തിൽ കഥാസന്ദർഭമനുസരിച്ച് എങ്ങനെയാണ് ഈ ഷൺമുഖനായത് സുബ്രഹ്മണ്യൻ എന്നുള്ളതിന് മറ്റൊരു കാരണം പറഞ്ഞു. കൃത്തികകൾ 6 പേരായിരുന്നു. ആ 6 പേരെയും മാതൃഭാവേന കണ്ടുകൊണ്ട് അവരിൽ നിന്ന് സ്തന്യപാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 6 മുഖത്തെ സ്വീകരിച്ചത്. കൃത്തികകളുടെ പുത്രനായി വളർന്നതിനാലാണ് കാർത്തികേയൻ എന്ന ഒരു പേരുണ്ടായത്. അതൊക്കെ പുരാണത്തിൽ ആ കഥാസന്ദർഭമനുസരിച്ച് വരുന്നതാണ്. ഇപ്പം ഹിമവാന്റെ പുത്രി, പർവ്വതപുത്രി ആയതുകൊണ്ടാണല്ലോ ദേവിക്ക് പാർവതി എന്ന പേര് വന്നത്. അപ്പോൾ കൃത്തികകളാൽ പാലിക്കപ്പെട്ടത് കൊണ്ട് കാർത്തികേയൻ എന്ന് ആ സ്കന്ധൻ അറിയപ്പെടുന്നത് പോലെ തന്നെ പാർവതീപുത്രൻ എന്ന പേരിൽ പാർവതീനന്ദനൻ എന്നറിയപ്പെടും. പാർവതീനന്ദനായ ച മഹാദേവകുമാരായ എന്നൊക്കെയാണ് സ്തുതിക്കുന്നത്. തൻ്റെ വിക്രമം കൊണ്ട് ഈ ജഗത്രയം തന്നെ കുമാരനാൽ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ടാണ് സ്കന്ദൻ എന്ന് മറ്റൊരു പേര്. ഭക്തനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നു എന്നതിനാൽ ശിവനെ അഗ്നി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ അഗ്നിയിൽ നിന്ന് ജനിച്ചതാണ് സുബ്രഹ്മണ്യൻ അഥവാ കാർത്തികേയൻ. അതുകൊണ്ടാണ് അഗ്നിഭൂ എന്ന് മറ്റൊരു നാമം. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് നെറ്റിത്തടത്തിലെ അഗ്നിനേത്രത്തിൽ നിന്നാണ് തേജസ് പുറപ്പെട്ടത്. അതിനെയാണ് വായു സ്വീകരിച്ച് ഗംഗയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അഗ്നിയിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ ആ സ്കന്ദന് അഗ്നിഭൂ എന്ന് മറ്റൊരു പേരുണ്ട്. അതിനും പുരാണങ്ങളിൽ കഥാരൂപത്തിൽ പറയുമ്പോൾ
ഈ ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതായ വീര്യത്തെ അഗ്നിയാണ് സ്വീകരിച്ച് അഗ്നിയാലും വായുവിനാലും വഹിക്കപ്പെട്ടത് കൊണ്ടാണ് അഗ്നിഭൂ എന്ന് മറ്റൊരു നാമം പറഞ്ഞു. അടുത്തത് ഗുഹൻ എന്നാണ് ആ സുബ്രഹ്മണ്യന്റെ മറ്റൊരു നാമം. വേദാന്തികൾ ഹൃദയ ആകാശത്തിനെ ഗുഹ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ആ ഹൃദയ ഗുഹയിൽ നിഷ്ഠനായിട്ടുള്ള, ഹൃദയഗുഹയ്ക്ക് ദഹരാകാശം എന്നുകൂടി മറ്റൊരു പേര് പറയും, അതിൽ നിഷ്ഠനായതുകൊണ്ട് ആ സുബ്രഹ്മണ്യനെ ഗുഹൻ എന്ന് മറ്റൊരു നാമത്താൽ അറിയപ്പെടുന്നു എന്നാണ്. പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ്, അജനാണ്, ശോകം ബാധിക്കാത്തവനാണ്, ദാഹരഹിതനാണ് ഈ കുമാരൻ, ഈ സ്കന്ദൻ. ശരങ്ങൾ നിറഞ്ഞതായ വനം, ശരപ്പുല്ലുകൾ നിറഞ്ഞതായ വനത്തിൽ ആവിർഭവിച്ചത് കൊണ്ട് ശരവണോത്ഭവൻ, ശരവണഭവൻ എന്നൊക്കെ മറ്റൊരു പേര്. ശരങ്ങളുടെ ഉള്ളിലെ തടാകത്തിലെ ഒരു പത്മത്തിലാണ് ആ പുത്രൻ വന്ന്, നമ്മളുടെ പുത്രൻ വന്ന് അവതരിച്ചത്. അതുകൊണ്ട് ശരവണോദ്ഭവനായി. സുബ്രഹ്മണ്യൻ, ബ്രഹ്മജ്ഞാനികളുടെ ദേവനാണ് ഞാൻ. ശ്രീപരമേശ്വരൻ പറയാണ്, ശിവൻ ബ്രഹ്മജ്ഞാനികളുടെ ദേവനാണ്, യോഗികളുടെ, താപസന്മാരുടെയൊക്കെ ദേവൻ കൂടിയിട്ടാണ്. അവ ശിവപുത്രനായതുകൊണ്ടാണ് ആ കാർത്തികേയൻ, ആ കുമാരന് സുബ്രഹ്മണ്യൻ എന്ന ഒരു പേര് ഉണ്ടായത്. ദേവന്മാരും അസുരന്മാരുമൊക്കെ ശിവനെ നമസ്കരിക്കും. അതുകൊണ്ട് മഹാസേനാത്മസംഹതി, അങ്ങനെയുള്ള ശിവന്റെ പുത്രന് മഹാസേനൻ എന്ന് ഒരു പര്യായം, ഒരു നാമം വന്നു. സേനാപതി, മഹാസേനൻ. ഇനി ഗംഗാനദി ഈ ശിവവീര്യത്തെ വഹിച്ചുകൊണ്ട് ആണ് ശരവനത്തിൽ കൊണ്ടുചെന്നാക്കിയത്. അപ്പോൾ ഗംഗയ്ക്കും ആ ശിവപുത്രൻ്റെ മേൽ ഒരു എന്താണ്, മാതൃത്വഭാവമുണ്ട് എന്നാണ്. ശിവപത്നിയായിട്ട് അറിയപ്പെടുന്നതിനാലും ഗംഗയ്ക്കും ആ കാർത്തികേയൻ്റെ, സുബ്രഹ്മണ്യൻ്റെ മാതൃത്വം. അതുകൊണ്ടാണ് ഗാംഗേയൻ എന്നാണ്. പുരാണങ്ങളിൽ, ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ഗാംഗേയൻ എന്ന പേരിൽ ഭീഷ്മർ അറിയപ്പെടുന്നുണ്ട്. ഗാംഗേയൻ, അതിനുശേഷമാണ് ഈ ഭീഷ്മർ എന്ന നാമം വിഖ്യാതമായിട്ട് തീരുന്നത്. ഭീഷ്മമായ ശപഥത്തെ ചെയ്തതു മുതലാണ് ഗാംഗേയൻ ഭീഷ്മരായിട്ട് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ സുബ്രഹ്മണ്യൻ, കുമാരൻ, കാർത്തികേയൻ, സ്കന്ദൻ, ഈ ഓരോ നാമങ്ങളും അതേതെല്ലാം കാരണം കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ആ കുമാരൻ്റെ തേജസ്സിൽ, സുബ്രഹ്മണ്യൻ്റെ തേജസ്സിൽ അഗ്നിയുടെ തേജസ് എത്രയോ ചെറുതാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഉടുംപാവും എന്നതുപോലെ, അല്ലെങ്കിൽ സൂത്രയ മണികണ ഇവ, ചരടിൽ കോർത്തതായ മണികൾ പോലെ ആ സുബ്രഹ്മണ്യനിൽ ആധാരമായിട്ടുള്ളതാണ്. ആറ് മുഖങ്ങളും അതുപോലെ അഷ്ടാദശ നേത്ര ദ്വിബാഹു ദ്വിപാദസ്വരൂപം, 6 മുഖങ്ങൾ, 12 ഭുജങ്ങൾ, 18 നേത്രങ്ങൾ, ഇങ്ങനെ ചരാചരാത്മകമായിട്ടുള്ള മറ്റൊരു രൂപം. അപ്പോൾ നമ്മൾ സാധാരണ ആരാധനയ്ക്കായിക്കൊണ്ട് എടുക്കുന്ന ഒരു സങ്കല്പം ചെയ്യുന്നൊരു രൂപം കൂടാതെ ഭുവനാകാരമായിട്ടുള്ളൊരു ഭാവമുണ്ട് എന്ന് പറയുകയാണ്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്.